പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് വ്യാപനം കനത്ത പ്രതിസന്ധിയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ സംജാതമാക്കിയിരിക്കുന്നത്. ഇതേ തുടർന്ന് രാജ്യാന്തര വിമാന സർവീസുകൾ പോലും നിർത്തിവെക്കുകയുണ്ടായി. എന്നാൽ പ്രതിസന്ധി മൂലം നിർത്തിവെച്ചിരുന്ന എമിറേറ്റ്സ് രാജ്യാന്തര യാത്രാ സർവീസുകൾ 6-ന് ആരംഭിക്കുമെങ്കിലും ദുബായിൽ നിന്നുള്ളവരെ വിവിധ രാജ്യങ്ങളിൽ എത്തിക്കാനാവും സർവീസുകൾ ഉണ്ടായിരിക്കുക എന്ന് അധികൃതർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഇത്തിഹാദ് നാളെ മുതൽ രാജ്യാന്തര സർവീസുകൾ നടത്തുമെന്നും അറിയിച്ചു. ലണ്ടൻ, ഹീത്രൂ, ഫ്രാങ്ക്ഫർട്ട്, പാരീസ്, ബ്രസൽസ്, സൂറിക് എന്നീ നഗരങ്ങളിലേക്കാണ് എമിറേറ്റ്സിന്റെ ആദ്യ സർവീസുകൾ നടക്കാനിരിക്കുന്നത്. എമിറേറ്റ്സിന്റെ ഓൺലൈനിലൂടെ മാത്രമാണ് ബുക്കിംഗ് നടത്താനാകുക. എന്നാൽ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ബുക്കിംഗ് അനുമതി നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ദുബായിലുള്ളവരെ ഈ രാജ്യങ്ങളിൽ എത്തിച്ച ശേഷം ചരക്കുമായിട്ടായിരിക്കും മടക്കയാത്ര. ഒപ്പം യാത്രാവിലക്കുള്ള രാജ്യങ്ങളുള്ള നയതന്ത്ര കാര്യാലയങ്ങളുമായി ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമാവും യാത്രക്കാരെ കൊണ്ടുപോകുക. യാത്രക്കാരും ഇക്കാര്യം അതത് നയതന്ത്ര കാര്യാലയങ്ങളിൽ വിളിച്ച് ഉറപ്പുവരുത്തണമെന്നും എമിറേറ്റ്സ് അധികൃതർ അറിയിപ്പിൽ പറയുകയുണ്ടായി. ഇന്ത്യയിലേക്ക് 14-ന് ശേഷം മാത്രമാവും സർവീസുകളെന്ന് ഇന്ത്യൻ നയതന്ത്ര അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. ശുചീകരണം, അണുനശീകരണം എന്നിവയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഓരോ സർവീസിന് ശേഷവും ഇവ കാര്യക്ഷമമായി നടത്തുമെന്നും എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം മാർച്ച് 25-നാണ് എമിറേറ്റ്സ് വിമാന സർവീസ് നിർത്തിവെച്ചത്. എന്നാൽ നാളെ മുതൽ സാധാരണ സർവീസുകൾ ആരംഭിക്കുമെന്ന് ഇത്തിഹാദ് അറിയിച്ചെങ്കിലും അതത് രാജ്യങ്ങളിലെ നയതന്ത്ര അധികൃതരുടെ അനുമതിക്ക് വിധേയമായിട്ടാകും സർവീസ് നടത്തുക. സോൾ, മെൽബൺ, സിംഗപ്പൂർ, മനില, ബാങ്കോക്ക്, ജക്കാർത്ത, ആംസ്റ്റർഡാം എന്നിവിടങ്ങളിലേക്കാവും ആദ്യ സർവീസുകളെന്നും അറിയിക്കുകയുണ്ടായി. ദുബായിൽ കുടുങ്ങിയവരെ എത്തിക്കാൻ അമേരിക്ക, ഓസ്ട്രേലിയ, ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്ക് ഇത്തിഹാദ് റിലീഫ് ഫ്ലൈറ്റ് സർവീസ് നടത്തിയിരുന്നത്. അതേസമയം ഇന്ത്യയിലെ ലോക്ക്ഡൌൺ 14-ന് അവസാനിക്കുന്നതോടെ UAE-യിലേക്കുള്ള യാത്രാ വിമാന സർവീസ് പുനരാരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ രാജ്യത്ത് എത്തിക്കാൻ ഇതോടെ വഴിയൊരുങ്ങുന്നതായിരിക്കും. രാജ്യത്ത് നിന്നുള്ള സർവീസ് ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് കരുതുന്നതായി സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപന സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രാജ്യാന്തര വിമാന സർവീസുകൾക്ക് കഴിഞ്ഞ മാസം 22 മുതലാണ് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ കുടുങ്ങിയ വിദേശ പൗരന്മാരെ കൊണ്ടുപോകാൻ 18 സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ ചെയർമാൻ രാജീവ് ബൻസാൽ പറയുകയും ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.